രക്ഷയില്ലല്ലേ. നോക്കണം എൻ്റെ സൈസ് നോക്കണം. എടുക്കണ ഫോട്ടോ എടുക്കണ എടുത്തെടുത്ത് ഞാൻ വീഡിയോ എടുത്ത് പോരെ. വീഡിയോ മതി. നീ ഇച്ചിരി കൂടി ശരിക്കത് അങ്ങനെ ഫോട്ടോ 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 എടുക്കണം എടുക്കണം എടുത്തോ 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 എടുക്കണം എടുക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നായ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ റൂട്ടിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എല്ലാവരെയും ഈ ഒരു യാത്രയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അണ്ണൻ്റെ വണ്ടി, തമിഴ്നാട് വണ്ടി എടുത്ത് ബാക്കട് ടൈറ്റാനിക് വന്നവരാണ് സാധനം തന്നെ കയറി എടുത്ത് വണ്ടിയുടെ സീസി അടച്ച് തുടങ്ങിയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴയിലെ അരൂരിൽ നിന്നുമാണ്. ഒരു 40 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ചുമ്മാ രസം. നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് പോയെന്ന് അറിയണ്ടേ നാട്ടെ. പിന്നെ പെട്രോൾ അടിക്കാൻ കാറ്റി പോകില്ലല്ലോ. ഇതാണ് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിരിക്കുകയാണ്. കാരണം ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം പമ്പുകളുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഇഗ്നിസ് ഒരു ചീറ്റപ്പുലി പായുന്നത് പോലെ കൊതിച്ചു പായുകയാണ് സുഹൃത്തുക്കളെ, കൊതിച്ചു പായുകയാണ്. സെൽഫി നീ സഫായി എടുത്ത ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് വെള്ളച്ചാട്ടമാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് ഫ്രീ ആവും. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോവും. നമ്മൾ ഓട്ടോമാറ്റിക് ഫ്രീ ആയി വേറെ ലെവലാവും. അങ്ങനെ നമ്മുടെ യാത്രയിലെ അതിരപ്പള്ളിയിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഫോൺ നമ്പറും അതിനിപ്പോ ഇത് ഫോറസ്റ്റ് ആണ് എൻട്രി ആണ്. ഇവിടെ അതിരപ്പള്ളി പോകുമ്പോ ഇവിടെ കയറി എൻട്രി ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. എന്നോട് ചോദിച്ചേ, ചേട്ടാ ഞാൻ എൻട്രി ചെയ്യണ അതിനാണല്ലോ ഞാൻ നിക്കണോടാ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്കറിയാൻ പോലെ മറന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ട്രാവലർ പോയാണെന്നില്ലേ അവരെ അവിടെ എൻട്രി ചെയ്തില്ല. ആക്സിഡന്റ് ആയതാണ്. അവർ എൻട്രി ചെയ്ത് അവിടെ നിന്നൊക്കെ പോയത്. എൻട്രി ചെയ്ത് വിട്ടത് ഇവരുടെ കുഴപ്പമില്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവരിപ്പായില്ലേ ഈ സാധനം പൊക്കിയിട്ടാണ് ചോദിച്ചോ നമ്മ കടന്നു. ഇവര് ഇത് വിട്ടുകൊണ്ടാണല്ലോ അവര് പോയത്. ഇനി എൻട്രി ചെയ്യലെന്ന് പറയുന്നത് വണ്ടി കിട്ടണമെങ്കിൽ അവർക്ക് വഴിയിലുണ്ടാവുമ്പോ അവര് വണ്ടി അങ്ങ് തട്ടി കളയും. ചെറുതല്ലേ അവർക്ക്. ഇവര് നേരെയോ ഈ വണ്ടിക്കാരിങ്ങനെ ഇടാൻ സ്ഥലമില്ല കാരണം ഇവിടെ കൊണ്ടുവിടും. അപ്പൊ ആന എന്ത് ചെയ്യും, ആനക്ക് വഴിയില്ലല്ലോ. ആന അപ്പൊ പിന്നെ വരും. അങ്ങനെ നേരെ അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ, വണ്ടികളുണ്ടാവും. അപ്പൊ അതിലേ ഇറങ്ങും. ഇതാവുമ്പോ കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളും. ആ വണ്ടി ഒന്ന് ഗ്യാപ്പിട്ട് കൊടുത്താൽ മതിയില്ല. ഇന്നലെ നല്ല തിരക്കായിരുന്നു. അവരതൊക്കെ എടുത്ത് മാറ്റി. ആന രാത്രിയാണോ അയച്ചു വരുന്നത്? രാത്രിയും പകലും വരും. ഇത് രാത്രി ഇങ്ങോട്ട് കയറും, പകല് വെളുപ്പിനൊക്കെ എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. ചിലത് വെളുപ്പിന് ഇറങ്ങും, ചിലത് എന്താ പറയാ ഒരു 9:30 അല്ലെങ്കിൽ ഒരു 2:30, 4:00 അങ്ങനെയൊക്കെ ഇറങ്ങും വെള്ളം കുടിക്കാനായിട്ട്. 9:00 എന്ന് പറഞ്ഞാൽ രാത്രിയാണോ? രാവിലെ. കഴിഞ്ഞ ആഴ്ച ആന ഉപദ്രവിക്കുകയെല്ലാം ചെയ്യും. ഇതിലെങ്ങനെ ഇറങ്ങി പോവുക ചെയ്യാറ്. പിന്നെ വണ്ടികളൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ അപ്പൊ വണ്ടിയുടെ പിന്നെ
ഈ കുരങ്ങന്മാരെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കാരണം ഇവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മൊബൈലോ കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോയെന്ന് വിചാരിച്ചാൽ മതി. In 600 meters, turn left. ഇത് കണ്ട KSRTC ബഡ്ജറ്റ് ടൂൾസ്. ഈ വണ്ടി തന്നെ തിരിച്ചും പോരും. കുറച്ചു നേരം മലക്കപ്പാറയിൽ ഇത് നിർത്തി ആളുകളെ ഇറക്കുന്നു കാണാൻ വേണ്ടി. ആളുകൾക്ക് നമ്മുടെ സിന്ധ്യ മിസ്സൊക്കെ മറ്റേ KSRTC ഇതാണ് അതിരമ്പള്ളിയുടെ ഇതല്ലേ? എന്ത് ഇതാണ് ഞാൻ നേരത്തെ കാണുന്നത്. ഇത് വാഴച്ചാലായിരിക്കും. ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഇത് പോസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇതിനാണ് മറ്റേ വാഴച്ചാൽ വെള്ളച്ചാട്ടം, കലക്കം വെള്ളച്ചാട്ടമാണ്. കണ്ടവർക്ക് കാണാം. ഇവിടെ നമുക്ക് ഇറങ്ങണം. ഇവിടെ പാസ് കൊടുക്കണം. അറിയത്തില്ല. പാസ് എടുക്കേണ്ടി വരുമായിരിക്കും. പാസ് എടുക്കാത്ത സ്ഥലമൊന്നുമില്ല. പാസ് എടുക്കേണ്ടതായിട്ട് എന്നിട്ട് എടുക്കും. ഇതയാൾ കൈ കാണിക്കണ കണ്ടില്ലേ? ഞങ്ങൾ വാൽപ്പറയും. KL32X. ഈ പാസ് ഇവിടെയാണ് കാണിക്കേണ്ടത്. എടുത്തുണ്ട്. KL32X 7577. കൊച്ചടക്കം 5 പേര്. 5 പേര്. പ്ലാസ്റ്റിക്കിന്റെ മിനറൽ വാട്ടർ അല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന ബോട്ടിൽ. പാസ് എടുത്തേക്കുന്ന ആളാണോ? പ്രിൻസ്. മൊബൈൽ നമ്പർ 9656712297. ഇവിടെ ഇറങ്ങണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. അതിരപ്പള്ളി എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് എടുക്കാം. ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ഓക്കെ താങ്ക് യു. ഇപ്പൊ നമുക്ക് മലക്കപ്പാറ സ്റ്റേ ചെയ്യാലോ വേണമെങ്കിൽ. അവിടെ നിന്ന് 6 മണിക്കല്ലേ? ഇവിടെ നിന്ന് അത് തന്നെയല്ലേ? 6 മണിക്കാണല്ലേ ഇവിടെ നിന്ന്? 6 മണി. ശരി. നല്ലൊരു മനുഷ്യൻ, ദേഷ്യമൊന്നുമില്ല. നീ ഇയാളെന്ത് കാണിക്കണം? പാസ് ഉണ്ടോ ചോദിച്ചോ. ഇപ്പൊ കിട്ടിയോളൂ. എന്തിനാന്നൂടെ ഇപ്പൊ നമ്മ ചേട്ടൻ വിളിക്കാൻ ഫ്രണ്ട്സിന്റെ ഫോൺ കളഞ്ഞാൽ ഇത് കളയല്ലോ. ഫോട്ടോ എടുത്ത് വെച്ചേക്കത്. എല്ലാം എന്നെ വിശ്വാസമില്ലേ? അല്ല പുള്ളിക്കാരൻ പിന്നെ പതുക്കെ സാവധാനം പോയിച്ചോ. അവിടെ എത്തുമ്പോൾ താമസിച്ചാലും പറയാം ഞങ്ങൾ പതുക്കെ പോയുള്ളൂ. നീ പറയണ അല്ല ഇനിയിപ്പോ നമുക്ക് തെളിവാലോ. കുറച്ച് ലാഗടിച്ചു പോയാലും പറയാല്ല. ഓഫീസർ പറഞ്ഞ് പതുക്കെ പോയാൽ മതി. അതുകൊണ്ട് നമ്മൾ പലയിടത്തും കയറി ഇറങ്ങി. 11:37 ഇറങ്ങണം അവിടെ. അങ്ങനെ ഇത് നമ്മൾ പതിയെ കയറിക്കൊണ്ടിരിക്കണല്ല. അതാണ് ആ വണ്ടിക്കാരൻ പറഞ്ഞത്, ഈ റൂട്ട് പോരാൻ ഞങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യൂല. ചുരം ഇറങ്ങണേലും ഇതാണ് സുഖമാണ് കയറാനത്. അവര് പറയണത് അതിരപ്പള്ളിന്ന് നേരെ മലക്കപ്പാറ, മലക്കപ്പാറന്ന് നേരെ വാൽപ്പാറയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ പൊള്ളാച്ചി ചെന്നിട്ട് അവിടെ നിന്ന് നേരെ റിട്ടേൺ തിരിച്ചു കയറുക. വാൽപ്പാറ, മലക്കപ്പാറ, അതിരപ്പള്ളി. ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയില്ലേ? ലോവർ നമ്മുടെ ഇവിടെയും അപ്പർ തമിഴ്നാട്ടിലും അല്ലേ? ലോവർ നമ്മൾ കാണിക്കൂല എന്നാ പറഞ്ഞ. അപ്പറിൽ ചെന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്. ഇത്രയും വണ്ണം വെച്ച് ഞാൻ ഇതൊക്കെ അങ്ങനെ ഇറങ്ങി വന്നല്ലേ. സിമ്പിളാണ്. മുന്നിൽ കുത്തിയൊന്നും വീഴില്ല. ഇല്ലേ? മറ്റൊരു പെണ്ണുങ്ങള് ഞാനോടത്ത് എന്ത് കരടി കൂട്ടനായിരുന്നു. ഇവിടെ ഒരു ആനയില്ല, മണ്ണാങ്കട്ടില്ല, അവരിങ്ങനെ കിട്ടും. കാണുമ്പോ മാറി നിൽക്കും. വന്ന ശീലം
കുറച്ചടുത്തുന്നല്ല വന്നത്. ആന വന്നത് അറിയണം കൂടി ഇല്ല. പെട്ടെന്ന് കിടക്കണുണ്ട്. ആനയുടെ പിണ്ടങ്ങളൊക്കെ ഇറങ്ങി പോകാറുണ്ട്. ഈ യാത്രയുടെ ഏറ്റവും നീ കാട്ടിൽ പോയിട്ട് ഫോറസ്റ്റുകാര് ഓരോ പിണ്ടെടുത്തു. അത് ഈ യാത്രയുടെ ഭംഗിയെന്ന് പറഞ്ഞാല് മൃഗങ്ങളൊക്കെ ആണല്ലോ മാത്രമല്ല, ഈ പോണ വഴി മരങ്ങള് പ്രകൃതിയൊക്കെ ആസ്വദിച്ചുള്ള പോക്ക്. അതാണ് കാര്യം. മൃഗങ്ങളെ കണ്ടാല് മാത്രമേ നമ്മുടെ യാത്ര അടിപൊളിയാവുള്ളൂ. ഇതേപോലത്തെ റോഡൊക്കെ നമുക്ക് കിട്ടുമോ അല്ലേ? നമ്മുടെ അരൂര് വന്ന ഫ്ലൈ ഓവർ ഇവിടെ വന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നിങ്ങൾ ഇറങ്ങിക്കോ. ഈ സമയത്ത് എന്തോ കണ്ടിട്ടുണ്ടോ ആനക്കൂട്ടം. ഇറങ്ങണ്ട ഇറങ്ങാൻ പറയടാ. നീ വണ്ടി തന്നെ പുറകോട്ട് എടുക്കണ വണ്ടി ഇച്ചിരി പുറകോട്ടല്ല, മുമ്പിലായിട്ട് എടുത്തലാണ്. 5 എണ്ണം പോയില്ലേ? അങ്ങാട് 4 എണ്ണം പോയിട്ടുണ്ട്. ഞാൻ കണ്ടില്ലെന്ന് പറയുന്നത്. അല്ല 5 എണ്ണം ഉണ്ട്. ഇല്ല 1 എണ്ണം ഉണ്ട്. മുകളിലോട്ട് പോയി അവരൊന്നും എനിക്ക് പേടിയാൻ ധൈര്യമൊക്കെ ചോർന്നു കണ്ണടയൊക്കെ വെച്ചോ. പക്ഷെ അത് ഇറങ്ങി എടുക്കാറുണ്ട്. ആ കാറുകാരുള്ള അല്ല, ആ കാറുകാരനുള്ളതുകൊണ്ട് കണ്ടാൽ നമ്മ ശ്രദ്ധിക്കൂല. ഈ കറങ്ങി വരുമ്പോ ചിലപ്പോ കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ നോക്കിപ്പോ പോണ തിരിച്ചു പോണ. ഇവന് ആനനെ കണ്ടപ്പോ ഇറങ്ങണവന് ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഒരിക്കലും. 4 എണ്ണം ഉണ്ട് തങ്ങാണ്ട്. നീ ക്യാമറ കൂടിയാ ഫുള്ള് നോക്കണത്. അതുകൊണ്ട് ഇല്ലേ ക്യാമറ അത് കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അതെ, ക്യാമറയിൽ നീ അതല്ല ഞാനിവിടെ കണ്ടില്ല ഏട്ടാ. നമ്മള് നേരെ കണ്ടോണ്ടാണ്. ക്യാമറയിൽ അത് ഇത്രയും ക്ലിയർ ആവുന്നില്ല. എന്തൊക്കെയാണ് ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാമറ കൂടി മാറ്റിയിട്ട് കണ്ടിട്ട് പിന്നെ എടുത്തെങ്കിൽ ഫോക്കസ് ചെയ്യണം. അതാണ് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത്. ഒരു ആനേനെ അതിൽ കാണുന്നുണ്ട്. ആ ബാക്കിൽ പോയ ആനേനെ അതിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്ന് അത്രയും ബുദ്ധി എനിക്ക് ഇല്ലല്ലോ. ക്ഷമിക്ക്. അടുത്ത വർഷം അടുത്ത ആനനെ കാണുമ്പോൾ ആയിക്കോട്ടെ. പ്രിൻസ് തകർത്ത. അതെ, ഇനി ഒരു ആനനെ കണ്ടില്ല. ആനയുടെ തുമ്പിക്കയുടെ പറ്റേ പോയി ഞാൻ എടുക്കും വീഡിയോ. ആ മേടിക്കും. പ്രതിമല്ല കണ്ടോ? അതെ, അല്ലടാ, അമ്മ രണ്ടുപേരും കൂടി കൊമ്പിൽ പിടിച്ചോണ്ട് എടുക്കും കാട്ടാനട. അല്ലടാ പറഞ്ഞ കൊമ്പനൊക്കെ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു അടിക്കാറോ? 2 കൊമ്പിലും പിടിച്ചിട്ടുള്ള വീഡിയോ എടുക്കുന്നു. കൊച്ചു വരും. കൊച്ചു വന്നില്ലെന്നൊന്നും പറയണ്ട. കൊച്ചു വന്നില്ലെങ്കിൽ കൊച്ചിനെ ഞാൻ ഈ വണ്ടിന്ന് ഇപ്പൊ ഇറക്കി വിടും. വരൂടാ നീ പറയടാ. നോല്ല ഏസ് പറ. പറയടാ ഏസ് പറയടാ. അവരെല്ലാരെയും കാണായിരുന്നു. ആദ്യം പോയവരൊക്കെ കേറും. അപ്പൊ ആലം ബ്ലോക്ക് ചെയ്താ നീ പൂഴിയല്ലേ ആനയുടെ മോള് മൊത്തം. ആനയുടെ മൊത്തം ഇവൻ പാലത്തിനോട് ശരിയാണ്. ആ പാലത്തിന്റെ ആ ഗ്യാപ്പിൽ കണ്ടുപോകായിരുന്നു. ഒന്നുകൂടി പോയാലോ നമുക്ക്? അതിന് എടാ ഇനി കേറിപ്പോയി. നമ്മ എന്ന റൂട്ടില്ലേ അതില് പോയാലും കാണാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ടാ കയറിപ്പോയി ഉള്ളിലേട്ടായി പോയി. ഇത് ഇതേപോലെ തുറപ്പായ സ്ഥലത്ത് കിട്ടണം. ഇതേപോലെ കിട്ടണത് ഇവിടെ കിട്ടണ. ആ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? പക്ഷെ ഇത് ഫോണിൽ വന്നിട്ടില്ല. അതൊന്നും ചേട്ടക്കൊന്നും അത് സൂം ചെയ്യാനും അറിയില്ല കേട്ടോ. സൂം ചെയ്യാൻ അറിയാവുന്നല്ല, അത് ക്ലാരിറ്റി പോകും. അതിന് ക്ലാരിറ്റി ആണല്ലോ. ആ മരത്തിന്റെ ഇടക്കോട്ട് പോയില്ലേ? മറ്റേ റൂഫ് ഉണ്ടെങ്കിൽ ഇവ തുറന്നിട്ട് നിന്നെ അതിന്റെ മുകളിൽ നിർത്തേ. വല്ല കടുവ വന്ന് പിടിക്കാൻ റൂഫിന്റെ മുകളിൽ തല. കടുവേന്നില്ലട ഇവിടെ. കടുവുണ്ട്. അതെല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കും. പക്ഷെ അത് പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ കിട്ടുന്നുണ്ട്. ഞാനും കാര്യം ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നു എന്ത് കൊണ്ടുവരാം. നമ്മ വണ്ടി സ്ലോയി പിടിയാനകളെ ചെറിയ ആനയൊക്കെ ഉണ്ട്. കണ്ടല്ലോ
ഇങ്ങനെ മേലിലേക്ക് നോക്കുമ്പോ ഒരാൾ മേലിലേക്കൊക്കെ, ഒരാള് അപ്പുറത്തേക്കൊക്കെ, ഒരാൾ ഇപ്പുറത്തേക്ക്. പക്ഷെ ഏത് സമയത്താണ് പ്രതീക്ഷിക്കാല്ലേ ഈ ഒരു സ്പീഡിൽ പോയാൽ ഏത് ഓഫ് കറക്കം ഇതല്ലേ, നല്ല ക്ലൈമറ്റ്, വെയിലൊന്നും കണ്ട അടിക്കാത്തതുകൊണ്ട് അല്ലേ. ഇതെങ്ങനെ പോകൂടെ ഇപ്പൊ? പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എങ്ങനെ വന്നത് ഞാൻ ആലോചിക്കണം. ഇവിടെ മരം ഈ പാലം തകരാറാന്നോ. പക്ഷെ എനിക്കൊന്ന് തിരിച്ചു പോകണമെന്നുണ്ടായിരുന്നു. അല്ല ഞാൻ പറഞ്ഞ പോവാന്ന്. പക്ഷെ എന്നാലും കാണാൻ പറ്റുള്ളൂ അത്. അത് ഇങ്ങോട്ടേ കയറി ഈ ഒരു വ്യൂ നോക്കി ഇത് നോക്കി. ഈ പാലം തകരാറായിക്കണേ. എന്താ വലിയ ട്രാവലർ ബസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലേ, ഒരു ആന ഒന്നിങ്ങോട്ട് വന്ന് കുത്തിയാലും കുഴപ്പമില്ല, മറിയില്ലെന്ന് പറയാം കുറച്ചൊക്കെ. കാട്ടുപോത്തിനെ എങ്ങനെ കാണണ്ടേ ഇല്ലെങ്കിൽ വലിയ പുലിയെങ്കിലും പോണ കാണണല്ലേ. പുലിനെ പക്ഷെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വണ്ടി ഇരിക്കുകയാണെങ്കിൽ. വണ്ടിയൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. ആനേനെ പോലെ അത്ര ഇതില്ല, നമ്മൾ ഉപദ്രവിക്കില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ലക്ഷ്യമുള്ളൂ അല്ലേ. ഒരു കാര്യം കയറുന്നു ബാക്ക് എടുത്താലും നോക്കാണ്. വെയില് കൂടണോണ്ടല്ലടാ ആന ഉൾക്കാട്ടിലേക്ക് കയറുള്ളൂ. ഈ തണലുള്ള സ്ഥലത്തല്ലേ, കാരണം ചൂടൊന്നും ഇതിനൊന്നും പറ്റൂലേ. സത്യം പറഞ്ഞാൽ ഈ കാട്ടിൽ കിടക്കണ ആന ഭാഗ്യവന്മാരാണല്ലേ. കാരണം ഈ ഉത്സവപ്പറമ്പിൽ അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് ആനനെ കിട്ടി കഷ്ടപ്പെടുത്തി കുറെ തീയും ചൂടും നിർത്തി കുറെ പട്ടയം വെട്ടിയിട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിന് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ ഇറങ്ങി തണുപ്പത്ത് അവരുടെ ലോകത്ത് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അതാണ് ശരിക്കും മാറ്റണം. അത് മാറിയില്ല, പക്ഷെ അതൊരു ആചാരത്തിന്റെ പ്രശ്നമായി മാറിക്കുന്നത്. കൊറേ അമ്പലത്തിലൊക്കെ മറ്റേ ആനനെ ആക്കിയിട്ടുണ്ട്, റോബോട്ട്. ആർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളെല്ലാം മതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് നിർത്തിയെടുക്കണം. ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ? ഇവിടെ ഇന്ന് ആളുകളൊക്കെ എടുക്കണല്ലേ. ഇത് നോക്കിക്കടാ, മറ്റേ ഇല്ലിയുടെ കാട് കണ്ടോ, നല്ല പച്ചപ്പ്. ഇവിടെയൊക്കെ നമുക്കൊരു വെഡിങ് ഷൂട്ട് നടത്താൻ പറ്റിയ സ്ഥലങ്ങളാണ് അല്ലേ. കടുവ കയറിഞ്ഞപ്പോ നമ്മുടെ കാട് യാത്ര പകുതിയോടടുത്തപ്പോൾ ഇതുവഴി പോകുന്ന ഒരു 3 ഹെവി പൈപ്പ് ലൈൻ നമ്മൾ കണ്ടു കേട്ടോ.
അപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് നമ്മളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആണല്ലേ, അവിടെ നോക്കി കണ്ടില്ലേ KSEB ഒരു റോഡ് റൈറ്റിലേക്ക് തിരിഞ്ഞത് കണ്ടില്ലേ? അതാണിത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ അതിന് വരാം. ഓ, ഇത് എങ്ങോട്ടാണ് പോയി വെള്ളമോ? വെള്ളം നേരെ തിരിച്ചു പിന്നെ ഡാമിന് പോകും. ഈ മുകളിലേക്ക് ഒരു ഡാം ഉണ്ട്. ഡാമിന് വെള്ളം താഴെ പറഞ്ഞത് ഇതിന്ന് പോയിട്ട് അവിടെ കറണ്ട് എടുക്കും. ആ വെള്ളം തിരിച്ച് പിന്നെ നമ്മുടെ അതിരമ്പള്ളി അതിലെ ജോയിന്റ് ആയി പോകും. ഡാം എന്ന് പറഞ്ഞാൽ ഷോളയാർ ഡാം, അതാണോ? ഷോളയാർ ഡാം അവിടെ ഇല്ല, പൊള്ളാച്ചിയില്ലേ. ഇവിടെ ഒരു ഡാം ഉണ്ട് മുകളിൽ. ഇതിൽ പോകുമ്പോ ജസ്റ്റ് ഒരു 5-6 കിലോമീറ്റർ പോകുമ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡാം ഉണ്ട്. ഓക്കെ ഓക്കെ, നല്ല വെള്ളമുള്ളപ്പാണല്ലേ. ഈ ഡാമിന് എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നത്? ഇത് അതിരമ്പള്ളിയുടെ മറ്റേ അതിന്റെ ജോയിന്റ് ആവും. പക്ഷെ ഇവിടെ നിന്ന് പോണത് വഴി ഏതെന്ന് അറിയില്ല. അവിടെ താളെ അതിൽ തന്നെ പോകും. അവിടെ ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് പോയാ അപ്പൊ അവിടെ ഒരു റോഡ് ഉണ്ടല്ലേ, അത് പാളാണ്. പാളന്റെ അടിയിൽ വെള്ളം ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ മറ്റേ അതിരമ്പള്ളി അതിന് പോയി ജോയിന്റ് ആവും. ഓക്കെ. എന്തോ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഷോളയാർ ഡാമിൻ്റെ വലിയൊരു ഭാഗമാണ്. ലുക്ക് വേറെ ഒരു രക്ഷയില്ലാത്ത ലുക്കല്ലേ എൻ്റെ. ഈ ക്യാമറയിൽ കൂടെ നോക്കിയടാ ഇതിന്. ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരിക്കും. ഓരോ വളവ് തിരിഞ്ഞു വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്. അവിടെയൊക്കെ കാണുന്ന പിന്നെയും കുഴപ്പമില്ല. 12 കിലോമീറ്റർ മലക്കപ്പാറ. അങ്ങനെ 40 കിലോമീറ്റർ നീണ്ട കാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ വന്നു കയറുന്നത് അതിമനോഹരമായ ഒരു തേയിലത്തോട്ടത്തിലേക്കാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയ തേയിലത്തോട്ടമാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് തോന്നുന്നു മൂന്നാർ ഉള്ളതിനേക്കാളും ഒരുപാട് വലിയ തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ട് എന്ന്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. കിട്ടാണ്ടാന്നോ? അടിപൊളി. വാൽപ്പാറയിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകൂലേ, അതാണ് ആ അപകടം നടന്ന സ്ഥലം. വാൽപ്പാറയിന്ന് പൊള്ളാച്ചിക്ക് ഇറങ്ങുന്നില്ല, അപ്പൊ അപകടം നടന്ന സ്ഥലത്തേക്ക് പോണില്ല. അവിടെ കാണണ പോയി. അവിടെ വേണോ? അത് മെയിൻ സ്പോട്ടല്ലേ? ആ ഹെയർ പിൻ ഇറങ്ങണ. ആ ഹെയർ പിൻ ഇറങ്ങും. അത് അവിടെ നിന്ന് തിരിച്ചു കയറിയപ്പോ നമുക്ക് അല്ല, ആ സ്പോട്ട് എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന സ്പോട്ടാണ് കേരളം മൊത്തം. നമ്മളിപ്പോൾ കാണുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. നമുക്കിനി വാൽപ്പാറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻട്രി പാസ് എടുക്കേണ്ടതാണ്. ചേട്ടയെന്നല്ലടാ, അണ്ണയെന്ന് വിളിക്കും. എന്താ റൂട്ട്? മേളിലത്തെ റൂട്ട് എന്താ? സോളപ്പുഴ. ഇത് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് സ്ലോ ആണ്. ഇങ്ങനെ ഡാമിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ട്
സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഷോളയാർ ഡാമിലാണ്. കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ജലാശയമാണ് ഷോളയാർ ഡാം. 365 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് വാളുകൊണ്ടാണ് ഷോളയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 66 മീറ്റർ ഹൈറ്റും വരുന്നുണ്ട്. ഡാമിന് നീളം കുറവാണെങ്കിലും അതിന് പിന്നിൽ രൂപപ്പെടുന്ന ജലാശയം കിലോമീറ്ററുകളോളം നീളുന്ന വലിയ നദി പോലെ നമുക്ക് തോന്നും. ഈ പ്രദേശത്ത് 2 ഡാമുകളുണ്ട്. അപ്പർ ഷോളയാർ ഡാം തമിഴ്നാടിനും ലോവർ ഷോളയാർ ഡാം കേരളത്തിനും ഇവിടെ നിന്നും ജലം കൊടുക്കുന്നു. ഉച്ചയോടടുത്തപ്പോൾ അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെത്തി. നല്ല കിടിലൻ ബീഫ് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ റോളക്സ്. ഇനി യാത്ര തുടരണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷനുകളാണ് മുൻപിലുള്ളത്. ഒന്നെങ്കിൽ വാൽപ്പാറയിൽ നിന്നും ചുരമിറങ്ങി പൊള്ളാച്ചിയിൽ വന്ന് അവിടെ നിന്ന് പാലക്കാട് റൂട്ട് പിടിച്ച് നമുക്ക് തിരികെ ആലപ്പുഴയിലോട്ട് എത്തിച്ചേരാം. അല്ല എന്നാണെങ്കിൽ ഒരിക്കൽ കൂടി ആ കാട്ടുവഴി ആസ്വദിച്ചുകൊണ്ട് തിരികെ ചുരമിറങ്ങാം. ഞങ്ങൾ 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, ആ കാട്ടുവഴിയിലൂടെ ഒന്നുകൂടി സഞ്ചരിക്കാനുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് പോരെ. വീഡിയോ ഈ കാട്ടുപോത്തുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കണ്ടതുകൊണ്ട് നമ്മൾ അധികം നേരം ഇവിടെ നിന്നില്ല. തനിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ചുമ്മാ കണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടെങ്കിൽ യാത്രകളൊക്കെ നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട്. ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണുവാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. കൊറേ ആനേനെ കണ്ടിട്ടുണ്ടോ? ആനേനെ കണ്ടില്ലെങ്കിൽ ഒരു നീലിനെങ്കിലും കണ്ടാൽ അല്ലേ? വെള്ളയങ്കാട്ട് പറയാൻ പറ്റില്ല. എന്നാ അവനൊന്ന് കാണിച്ചേക്കാന്ന് പറഞ്ഞോന്ന് നിൽക്കുന്നതോ അല്ലേ? അതേപോലെ ഇരിക്കും. അതേ പറഞ്ഞത് ഇതിനൊക്കെ ഒറ്റക്കൊക്കെ ഉള്ള അവസ്ഥ ഒന്നാലോചിച്ച് ഒറ്റക്കാവന്നെങ്കിൽ ഒറ്റക്കാ ഡ്രൈവർ അന്നെങ്കിലേ ആ ചെക്ക് പോസ്റ്റ് ഇല്ലേ അവിടെ കിടന്നാല് അല്ല ഈ സമയത്ത് ഒറ്റക്ക് വണ്ടി ഓടിച്ച് പേടിച്ചു വരും. എടാ ഒറ്റക്കില്ലേ ഒരു വണ്ടിയല്ല കൂടെ അല്ലാതെ ഇറങ്ങി പോലുമല്ലോ. പേടിയുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ സ്ഥിരം മഞ്ഞാരെങ്കിലും അയക്കണം. ഇപ്പൊ നമ്മ ഓടെ നമ്മ ബൈക്ക് വരെ മഞ്ഞാണ്. പക്ഷെ ആ സമയം മറ്റു സമയത്ത് ബൈക്ക് പോയാണല്ലോ. താനൊക്കെ ഇത് എങ്ങനെ പോകണ്ടോ? ഇല്ല ഇത് അവര് ചിലപ്പോ അതിന് മുമ്പ് പതുക്കി പതുക്കി വന്ന ടീമാണെങ്കിൽ ഞാൻ വിരിയപ്പോ ആനയുടെ ഇടയിൽ കൂടെയൊക്കെ പോവും.
സൈലന്റ് വാലി പോണം. ഇവിടെ ഉണ്ട് ആ കാടിന്റെ ഒരു സുഖമുണ്ട്. ബൈക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിക്കൂലേ? ബൈക്കിന് വന്നു കഴിഞ്ഞാൽ ആ ബൈക്ക് ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റുമോ നോക്കണം. എന്താണെന്നറിയോ, അങ്ങനെ അവിടെ മലക്കപ്പാറ 4 മണി കഴിഞ്ഞാൽ അവരെ കയറ്റൂല. അങ്ങനെ മലക്കപ്പാറ സ്റ്റേ ചെയ്യുള്ളൂ. അവര് റിട്ടേൺ അടിക്കണം. അവിടെ സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം അവര് 4 മണിക്ക് പോരാ അവർക്ക്. അപ്പൊ അവര് 6 മണിക്ക് ഇപ്പറ എത്തുമല്ലോ. ഇരുട്ടണതിന് മുമ്പ് അവരെ അല്ല, ഇത് നമ്മ പോണോണ്ടാന്ന്. ചിലപ്പോ 1 മണിക്കൂർ ഉണ്ടാക്കും, 1.5 മണിക്കൂർ ഉണ്ടാക്കി എത്ര ടീം ഉണ്ടാവും. നമ്മ ഇപ്പൊ പാഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എത്തുകയൊക്കെ ചെയ്യാനും. പക്ഷെ നമ്മ അതൊക്കെ കാണാണ്ടതൊക്കെ ഉണ്ടല്ലോ. എന്നാലും ബസ്സിനെ വിട്ട് കളയണ്ട. ബസ്സിന് വിട്ട് കളയണ്ടെന്ന് പറഞ്ഞാൽ അവർ രക്ഷകരമായിട്ട് അവർ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് വിട്ട് കളയണ്ടെന്ന്. അവർ ഒരുപാട് നോക്കി പോകുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ടിൽ എന്തായാലും കണ്ട. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി അതിരപ്പള്ളിയിൽ ശ്രീജാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വന്ന് റൂം എടുത്ത് കിട്ടും. അങ്ങനെ അവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമിൽ ചിലവഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിരാവിലെയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്.